ഇന്നത്തെ നമ്മുടെ യാത്ര ഗോവയിലുള്ള ദൂദ്സാഗർ വാട്ടർഫോൾസിലേക്കാണ്. ഗോവയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഈ കാണുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. രാവിലെ കറക്റ്റ് ഒരു 7 മണിയാകുമ്പോൾ എത്തണം. ഒരാൾക്ക് ഒരു 750 റുപ്പീസ് അടുത്താണ് നമുക്ക് ഈ ട്രക്കിങ്ങിന് ചാർജ് വരുന്നത്. ഗൈഡ് നമുക്ക് നിർബന്ധമാണത് ഇവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ വരവാണ് ദൂദ്സാഗറിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രക്കിങ്ങിലുള്ള ആൾക്കാരൊക്കെയാണ്. ആ നേരത്തെ കാണിച്ച ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാത്രം, അതായത് ദൂദ്സാഗറിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രം ഏകദേശം ഒരു 3 മണിക്കൂർ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. നമ്മൾ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. അതേസമയം സീസൺ ആണെന്നാണെങ്കിൽ നമുക്ക് ജീപ്പ് അവൈലബിൾ ആണ് അങ്ങോട്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒന്നും അവൈലബിൾ. ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെയിൽവേ ട്രാക്കാണ് കാണുന്നത്. ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത സൈഡിൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ ചെറിയൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ID പ്രൂഫ്, നമ്മൾ എത്ര പേരാണ് ഈ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്, തിരിച്ച് ഇതേപോലെ തന്നെ ആ ഫോറസ്റ്റിൽ നിന്ന് എക്സിറ്റ് ആവണം, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ കാരണം തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടു. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഗൈഡ് തന്നെ എല്ലാം ചെയ്തോളും. നമ്മുടെ ജസ്റ്റ് പേര് എഴുതുക, ഒപ്പിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ID പ്രൂഫ് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒരു റിവർ ഇങ്ങനെ കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഇത് ദൂദ്സാഗറിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പോകുന്ന വഴി കംപ്ലീറ്റ് നല്ല കാടാട്ടോ. ഫോറസ്റ്റിനകത്തോട്ട് തന്നെ പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ നടക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു മണിക്കൂർ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ആ ഷൂസൊക്കെ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ട്രക്ക് ചെയ്യുന്നതുകൊണ്ട് ഷൂസും ചെരുപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറേ പേര് ഷൂസ് മാത്രം ഇട്ട് വന്നവരുണ്ട്. അവർ വെള്ളത്തിൽ കൂടിയൊക്കെ ഷൂസൊക്കെ ഇട്ട് ആകെ നനഞ്ഞ് കുളമായായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഷൂസ് മാറ്റി ചെരുപ്പൊക്കെ ഇട്ട് വീണ്ടും ഞങ്ങളുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഞങ്ങളൊരു 2 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിലും അതായിരിക്കും നല്ലൊരു പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളി പ്ലേസ് ആണ്. ക്ലൗഡ്സൊക്കെ നമ്മുടെ ലെവലിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫോറസ്റ്റിലേക്കായി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ സൈഡിലൊരു റിവറുണ്ട്. ആ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ആട്ടോ ഇരിക്കും. നമ്മുടെ ഗൈഡും കൂടെ ഉണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 1 മണിക്കൂറോളം നടന്നു കഴിഞ്ഞ് ഇനി ഒരു 8 കിലോമീറ്റർ അടുത്ത് കവർ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡിയായിട്ട് എൻ്റെ അവിടെ ഇല്ലിരിക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നന്ദു എന്നാണ് ഗൈഡിയായിട്ടുള്ള പേര്. ഇതാണ് നമ്മുടെ ഗൈഡ്. പോകുന്ന വഴിക്കൊക്കെ ആനിമൽസ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നതെല്ലാം നമ്മൾ പോകുന്ന ഈ കാട്ടിൽ കൂടി ആണെങ്കിലും റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ പോകുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം കുറച്ചുകൂടി നടന്നെടുത്തേക്ക് നമുക്കൊരു കാട്ടിൽ നിന്ന് നടക്കുന്നത് തന്നെ നമുക്ക് ദൂദ്സാഗർ വിസിബിളായി. ഈ കണ്ട കടയിൽ നിന്നാണ് ഞങ്ങൾ ഇടയ്ക്ക് വിശന്നിട്ട് മാഗിയൊക്കെ വാങ്ങിച്ച് കഴിച്ചത്. ആകെ ഇത് മാത്രമല്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പോകുന്ന വഴിയിൽ ഇതേപോലെയുള്ള പാലങ്ങളും റിവർ ക്രോസിംഗ് കൂടുതലുള്ള എല്ലാവരും അപ്പോൾ ദൂദ്സാഗർ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദൂദ്സാഗറിൻ്റെ താഴത്തെ വിഷ്വൽ അല്ല, മുകളിൽ നിന്നുള്ള വിഷ്വൽസാണ്. അതാണിപ്പോൾ ഇവർ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നോക്കി, ദൂദ്സാഗറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂർ നടന്നിട്ടാണോ നമ്മൾ വിസിബിൾ ആയത്. അതായത് നമ്മുടെ ഒരു S25 ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൽ. അതുകൊണ്ട് നമ്മൾ നല്ല കൃത്യമായിട്ട് സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് അങ്ങനെ കാട്ടിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ദൂദ്സാഗർ വിസിറ്റ് ആയിരുന്നു. ഒരുപാട് നമുക്ക് ഡ്രീം ആയിരുന്നു ഇപ്പോൾ ദൂദ്സാഗർ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഏകദേശം 1 മണിക്കൂർ നടന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിലെത്തി. ഫൈനലി ഞങ്ങളങ്ങനെ ദൂദ്സാഗർ വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ക്യാൻറ്റീൻ കാണാം. നോക്കി, ഇത് ഇവിടുത്തെ ക്യാൻറ്റീനാണ്. കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട ബിസ്ക്കറ്റ്, സ്നാക്സ്, ടീ ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ദൂദ്സാഗറിൻ്റെ അടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
ഞങ്ങൾ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നൊരു സമയമുണ്ട് ആണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലേക്ക്, അതായത് ആ റെയിൽവേ ട്രാക്കിലേക്കൊന്നും കയറ്റുന്നില്ല, നമ്മൾ ദൂദ്സാഗറിൻ്റെ അടിയിലേക്കാണ് ഡയറക്റ്റ് പോയത്. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള വിഷ്വൽസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫൈനലി ഞങ്ങളങ്ങനെ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ മുകളിൽ കാണുന്ന നമുക്ക് ദൂദ്സാഗർ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരുപാട് ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്കൊന്നും കയറ്റി വിടാത്തത്. ഞാൻ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് നോക്കി, പക്ഷേ ഗൈഡ് പറഞ്ഞു ഇപ്പോൾ അവിടെ അലോ ചെയ്യുന്നില്ല. വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ അവർ അലോ ചെയ്യും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മുകളിലേക്ക് അലോ ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഗോവയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലെത്താം. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്ക് 9 മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ട്രക്കിങ് അലോ ചെയ്യില്ല. അപ്പോൾ ആദ്യം ഈ 7 മണിക്കും 9 മണിക്കും ഇടയിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ട്രക്ക് ചെയ്യാനുള്ള ടിക്കറ്റും ഗൈഡൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നടക്കണം. കാര്യം തിരിച്ചു ഇനി ഒരു 3 മണിക്കൂർ നടന്നാലേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആ ബേസ് ക്യാമ്പിൽ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് 1 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്രയായി. ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ റിവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങി നമ്മുടെ കൂടെ വന്ന ആൾക്കാരാട്ടോ ഇരിക്കുന്നത് കംപ്ലീറ്റ്. ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെയൊക്കെ ലൊക്കേഷനൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തു.